കേരളീയ കേന്ദ്ര സംഘടനയുടെ ലീഗൽ സെൽ ഓർഗനൈസ് ചെയ്യുന്ന ഒരു സ്റ്റഡി ക്ലാസ്സാണിത്. നമുക്ക് മലയാളികൾക്ക് അറിഞ്ഞിരിക്കേണ്ടതായിട്ടുള്ള ചില നിയമകാര്യങ്ങളെക്കുറിച്ച് നമ്മൾ പ്രഗത്ഭരായ 3 പ്രഭാഷകരാണ് നമുക്കിന്നിവിടെ കിട്ടിയിട്ടുള്ളത്. അത് നിങ്ങളെല്ലാവരും അതിൻ്റെ ബെനിഫിറ്റ് എടുക്കണം. ഞാൻ 2-3 സെമിനാറുകൾ അറ്റൻഡ് ചെയ്തിട്ടുണ്ട്. വളരെ പ്രയോജനകരമായ ഒരു സെമിനാറാണ് ഇവിടെ നമ്മൾ നടത്താൻ പോകുന്നത്. ആദ്യമായിട്ട് ഇത് ഓർഗനൈസ് ചെയ്ത KKSൻ്റെ പ്രസിഡന്റ് ഗോപാലൻ സാറിനെ ഞാൻ സ്റ്റേജിലേക്ക് സാദരം ക്ഷണിക്കുന്നു. അടുത്തതായി ചെയർമാൻ ലീഗൽ സെൽ അഡ്വക്കേറ്റ് പിള്ള സാറിനെ ആദരവോടെ ക്ഷണിക്കുന്നു. ബോരിവലി മലയാളി സമാജം നമുക്കിവിടെ ഇങ്ങനെ ഒരു അറേഞ്ച്മെൻ്റ് എല്ലാം ഉണ്ടാക്കി തന്നിട്ടുള്ളതാണ്. അപ്പം ബോരിവലി സമാജത്തിൻ്റെ പ്രസിഡന്റ് ശ്രീരാജ് നായരെ സ്റ്റേജിലേക്ക് ആദരപൂർവ്വം ക്ഷണിക്കുന്നു. ബോരിവലി മലയാളി സമാജത്തിൻ്റെ സെക്രട്ടറി ബാബുരാജിനെയും വളരെ സന്തോഷപൂർവ്വം സ്റ്റേജിലേക്ക് ക്ഷണിക്കുന്നു. നമ്മളുടെ പ്രിയങ്കരനായ പ്രസിഡന്റ് സാറിന് ഒരു കൊക്കയെ നൽകാനായിട്ട് മീരാറോഡ് മലയാളി സമാജം പ്രസിഡന്റ് രാധാകൃഷ്ണൻ അവരുകളെ ക്ഷണിക്കുന്നു. പുഷ്പപൂജ ആദരിക്കുന്നത് രാധാകൃഷ്ണൻ സാറാണ്. അടുത്തതായി പിള്ള സാറിന് ഒരു പൂച്ചെണ്ട് നൽകാനായിട്ട് ദൈസർ മലയാളി സമാജത്തിൻ്റെ ഉണ്ണി മേനോനെ ക്ഷണിക്കുന്നു. ബോരിവലി സമാജം പ്രസിഡന്റ് ശ്രീരാജ് നായരിനെ ആദരിക്കാനായിട്ട് നല്ല സുപ്പാര പ്രസിഡന്റ് ശ്രീ ശങ്കർ നായരെ ക്ഷണിക്കുന്നു. ബോരിവലി സെക്രട്ടറി നമ്മുടെ പ്രിയപ്പെട്ട ബാബുരാജിന് ഒരു പുഷ്പപൂജ നൽകാനായിട്ട് സുരേഷ് മംഗലത്തിനെ താക്കൂർ കോംപ്ലക്സ് സെക്രട്ടറി സുരേഷ് മംഗലത്തിനെ ആദരപൂർവ്വം ക്ഷണിക്കുന്നു. ഇനിയും ഇവിടെ എത്തിയിരിക്കുന്ന എല്ലാവർക്കും നമ്മൾ ഇവിടെ വന്നിരിക്കുന്ന പ്രഭാഷകരായിട്ടുള്ള പ്രശസ്തരായ വക്കീൽ സാറന്മാരെ നമ്മൾ അവരവരുടെ ടേൺ വരുമ്പോൾ വിളിച്ച് ആദരിക്കുന്നതാണ്. ഇന്നിപ്പോൾ ഇവിടെ വന്നിരിക്കുന്നവർക്കെല്ലാം സ്വാഗതം അർപ്പിക്കുക എന്നുള്ളതാണ് എന്നിൽ അർപ്പിച്ചിട്ടുള്ള ചുമതല. ആദ്യമായിട്ട് KKSൻ്റെ പ്രസിഡന്റ് സെക്രട്ടറി മാത്യു സാറ്, ബോരിവലി സമാജത്തിൻ്റെ സെക്രട്ടറി പ്രസിഡന്റ് പിള്ള സാറ്, ശാന്ത വാസുദേവൻ, അതുപോലെ പേരെടുത്ത് പറഞ്ഞാൽ എല്ലാവരുടെയും പേര് പറയണം. അതുകൊണ്ട് KKSൻ്റെ അവിടെ വന്നിട്ടുള്ള എല്ലാ ഭാരവാഹികൾക്കും ഞാൻ ഈ ഫംഗ്ഷനിലേക്ക് ആദരപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. പിന്നെ ഇന്നത്തെ ഈ ഞായറാഴ്ച, സമയമൊട്ടുമില്ലാത്ത ഈ ഞായറാഴ്ച, എല്ലാ കാര്യങ്ങളും കളഞ്ഞിട്ട് എല്ലാം സൈഡിൽ വെച്ചും കൊണ്ട് നമ്മുടെ ഈ സെമിനാറിൽ എത്തിച്ചേർന്നിട്ടുള്ള എല്ലാ മലയാളി സമാജം ഭാരവാഹികളും മറ്റ് സുഹൃത്തുക്കൾക്കും ഞാൻ എൻ്റെ ഹൃദയം നിറഞ്ഞ സ്വാഗതം അർപ്പിച്ചുകൊണ്ട് പ്രസിഡന്റ് സാറിനോട് 2 വാക്ക് സംസാരിക്കാനായിട്ട് ആവശ്യപ്പെടുകയാണ്. നമസ്കാരം. സ്റ്റേജിലിരിക്കുന്ന അഭിവന്ദര്, സദസ്സിലുള്ള പ്രിയപ്പെട്ട സുഹൃത്തുക്കൾ, കേരളീയ കേന്ദ്ര സംഘടന അതിപ്പോൾ ഈ പുതിയ കമ്മിറ്റി 1.5 വർഷമായി അധികാരം ഏറ്റെടുത്തു. അതിന് ശേഷം പല പുതിയ സംരംഭങ്ങളും നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അത് പ്രധാനമായിട്ടുള്ളത് മലയാളി
കുട്ടികൾക്ക് ചെറുപ്പക്കാർക്കും മലയാളം പഠിക്കാനുള്ള സൗകര്യം ഉണ്ടാക്കി കൊടുക്കുക എന്നുള്ളതാണ്. അത് മലയാളം പഠിക്കാൻ ഏറ്റവും സൗകര്യപ്രദമായിട്ടുള്ളത്, എളുപ്പം ചെയ്യാൻ കഴിയുന്നത് നാടകം ആണ് എന്ന് കണക്കിലെടുത്തുകൊണ്ട് കുട്ടികളുടെ നാടക മത്സരം, അതുപോലെ തന്നെ പ്രായമായ ഏതാണ്ട് 35 വയസ്സ് വരെ പ്രായമുള്ളവരുടെ നാടകങ്ങള്, അങ്ങനെ നാടക ക്ലാസുകൾ, നാടക കളരികള്, അങ്ങനെ ഭാഷ, മലയാള ഭാഷ വശമാക്കാൻ ഒരു കുറുക്കു വഴി ആണ് ഇത്. അല്ലെങ്കിൽ അക്ഷരം ആയി എന്ന് പറഞ്ഞ് തുടങ്ങിയാൽ ആ കുട്ടികൾക്ക് പഠിക്കാൻ ബുദ്ധിമുട്ടായിരിക്കും, ഇതെല്ലാമായിരിക്കും. ഇതാണെന്നുണ്ടെങ്കിൽ വരമൊഴിയായിട്ടെങ്കിൽ തന്നെ മലയാളം പഠിക്കുന്നത് നല്ലതാണ്. പക്ഷെ കുട്ടികളെ എങ്ങനെയല്ല മലയാളം പഠിപ്പിക്കുന്നുണ്ട്. അതുപോലെ തന്നെ വേറൊരു ഒന്നാണ് ഇതിപ്പോൾ നമ്മൾ നടക്കുന്ന സംരംഭം. ഇത് നമ്മളുടെ മലയാളി പ്രവർത്തകന് അത്യാവശ്യം വേണ്ട ലീഗൽ കാര്യ ക്ലാസ്സുകൾ, സ്റ്റഡി ക്ലാസ് മാറ്റുകൊണ്ട് വളരെ പ്രഗത്ഭന്മാരായ ആൾക്കാരെ കൊണ്ടുവന്നിട്ട് അവർ വിശദീകരിക്കുകയും നമ്മൾക്കിന്ന് ബോംബെയിൽ താമസിക്കുന്ന ആൾക്കാർക്ക് ഹൗസിംഗ് ബോർഡുകളിലോ അല്ലെങ്കിൽ കോപ്പറേറ്റീവ് സൊസൈറ്റികളിലാണ് ഒക്കെ താമസിക്കുന്ന ആൾക്കാർക്ക് പല പല പ്രശ്നങ്ങളുണ്ട്. അവരുടെ പ്രശ്നങ്ങൾ, പിന്നെ പൊതുവായ നിയമം, ഇതെല്ലാമാണ് അതിൻ്റെ ക്ലാസ്സുകൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അതിൽ ഒരു പ്രധാന ക്ലാസ്സാണ് ഇന്ന് നമ്മൾ ഈ നടക്കുന്നത്. അതിൻ്റെ പ്രഭാഷകരെ എല്ലാവരുടെ എഴുതി കാണിച്ചിരിക്കുന്നു. ഇതുപോലെ പല സംരംഭങ്ങളും നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ബോംബെയിലെ മലയാളി സ്ത്രീകളെ അവരുടെ അവകാശങ്ങളും അധികാരങ്ങളും അതുപോലുള്ള മറ്റ് അവരെ സംബന്ധിക്കുന്ന പ്രശ്നങ്ങളും, ഒരു തിരുവാതിര കളിയോ അല്ലെങ്കിൽ ഡാൻസോ അതുമാതിരി നടത്താനല്ല, മൊത്തം ബോംബെയിൽ ഉള്ള സ്ത്രീകളെ ബാധിക്കുന്ന പ്രശ്നങ്ങൾക്ക് വേണ്ടിയിട്ട് ഞങ്ങൾ ഇപ്പോഴൊരു പുതുതായിട്ടൊരു തുടങ്ങിയിട്ടുണ്ട്. അത് ഒരു മലയാളം ഒരു മഹിളാ സെല്ലാണ് തുടങ്ങിയിരിക്കുന്നത്, കേന്ദ്ര സംഘടനയുടേത്. അതിൻ്റെ പ്രവർത്തനങ്ങൾ തുടങ്ങിയ പ്രാരംഭഘട്ടത്തിലാണ്. അത് തികച്ചും മലയാളികളുടെ പ്രശ്നങ്ങൾ കൈകാര്യം ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതാണ്. അതിനോടൊപ്പം അവരുടെ കലാപരിപാടികളോ മറ്റു കാര്യങ്ങളോ നടത്തുന്നുണ്ട്, യാതൊരു വിരോധവുമില്ല, അത് നടത്തും. പക്ഷെ നിങ്ങൾ പ്രാധാന്യം കൊടുക്കുന്നത് അതല്ല. പുരുഷന്മാരെ പോലെ തന്നെ, അല്ലെങ്കിൽ ഒരുപക്ഷെ അതിനേക്കാൾ ഉപരിയായി സ്ത്രീകൾക്ക് പൊതുരംഗത്ത് പ്രവർത്തിക്കാൻ കഴിയും. അതിനുള്ള അവസരം ഉണ്ടാക്കി കഴിഞ്ഞാൽ അവര് ഒരുപക്ഷെ പുരുഷന്മാരെക്കാൾ ശോഭിക്കും എന്നുള്ള ഒരു കണക്കുകൂട്ടലിലാണ് കേന്ദ്ര സംഘടന അങ്ങനെ ഒരു സംരംഭം തുടങ്ങുന്നത്. ഇപ്പോൾ തന്നെയാണെന്നുണ്ടെങ്കിൽ വായനാവാരം നടത്തി. വായനാവാരത്തിൻ്റെ ഒരു 11 സെന്ററുകൾ വെച്ച് ബോംബെയിൽ പല ഭാഗങ്ങളിലായി വായനാവാരം നടത്തിയിരുന്നു. അതോടെ ഒപ്പം തന്നെ മറ്റ് പല കലാപരിപാടികളും മത്സരങ്ങളും എല്ലാം ഉണ്ടായിരുന്നു. അതിൻ്റെ സമാപന സമ്മേളനം ഈ ജനുവരി മാസം 3-ാം തീയതി സെൻട്രൽ റെയിൽവേയുടെ മാട്ടുക്കൽ സ്റ്റേഷന് ചേർന്നുള്ള ഹാളുണ്ട്. അതിൻ്റെ പേര് കല്യാണ ഹാളെന്നാണ്. ആ ഹാളിൽ രാവിലെ 10 മണി മുതൽ വൈകിട്ട് 7 മണി വരെ നടക്കുന്ന ഒരു നാടകം, അതുപോലെ തന്നെ ചർച്ചകള്, പ്രഭാഷണങ്ങള്, പ്രമുഖരായ വ്യക്തികളെ കൊണ്ടുവന്നിട്ട് അവരുടെ പ്രഭാഷണം, പിന്നെ ഈ കുട്ടികൾക്കും നാടകത്തിൽ പങ്കെടുത്തവർക്കും എല്ലാവർക്കും
ഉള്ള നമ്മൾ കൊടുക്കുന്ന പ്രൈസ് അതേതാണ്ട് 200 ആൾക്കാരുണ്ടാകും. അതിൻ്റെ പ്രൈസ് ഡിസ്ട്രിബ്യൂഷൻ ഇതുമാതിരി കാര്യങ്ങൾ നമ്മൾ ജനുവരി 3-ാം തീയതി നടത്തുന്നതാണ്. നിങ്ങളുടെ എല്ലാ സമാജങ്ങളുടെയും ഇവിടെ ഇപ്പോൾ ഈസ്റ്റേൺ മേഖലയിലുള്ള അനേക സമാജങ്ങളുടെ പ്രതിനിധികളാണ് ഇരിക്കുന്നത്. നിങ്ങളെല്ലാവരും സഹകരിച്ച് ആ പരിപാടിയിൽ പങ്കെടുക്കണം എന്ന് അഭ്യർത്ഥിക്കുകയാണ്. അതുകൊണ്ട് സ്റ്റേഷൻ്റെ അടുത്ത് തന്നെയാണ്. സ്റ്റേഷനിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ ഇതായിരിക്കും ഈ ഹാളാണ്. യാതൊരു ബുദ്ധിമുട്ടുമില്ല. അതിന് നിങ്ങളെല്ലാവരും വരണമെന്ന് ഒരിക്കൽ കൂടി അഭ്യർത്ഥിക്കുകയും ഈ ക്ലാസ് നിങ്ങൾക്ക് വളരെ പ്രയോജനപ്രദമായിരിക്കും എന്നുള്ള വിശ്വാസത്തോടു കൂടി എൻ്റെ വാക്കുകൾ ചുരുക്കുന്നു. നന്ദി, നമസ്കാരം. വളരെ നന്ദി സാർ. വളരെ ഇൻഫോർമേറ്റീവായിട്ട് എന്താണ് KKS എന്നും KKSൻ്റെ ഫങ്ഷനിങ് എങ്ങനെയാണെന്നും മലയാളി സമൂഹത്തിന് വേണ്ടി എന്താണ് ചെയ്യുന്നതെന്നും എന്താണ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നതെന്നുമുള്ള കാര്യങ്ങൾ വ്യക്തമാക്കി ഗോപാലൻ സാർ നമ്മളോട് പറഞ്ഞു. അപ്പോൾ നമ്മളുടെ എല്ലാ മലയാളി സമാജങ്ങളും KKSനോടുകൂടി സഹകരിച്ച് നമ്മൾ ഒത്തൊരുമയായിട്ട് മുന്നോട്ട് പോകണം എന്ന് ഞാൻ പറഞ്ഞുകൊണ്ട് ഈ പ്രോഗ്രാമിൻ്റെ ഉദ്ഘാടകനായ പിള്ള സാറിനെ ആ കർമ്മം നിർവഹിക്കാനായിട്ട് ഞാൻ ആദരപൂർവ്വം ക്ഷണിക്കുന്നു. നമ്മൾ 40 മിനിറ്റ് ലേറ്റായിട്ടാണ് ഈ പ്രോഗ്രാം തുടങ്ങുന്നത്. അതുകൊണ്ട് 5 മിനിറ്റിനുള്ളിൽ ഞാൻ എൻ്റെ ഉദ്ഘാടന കർമ്മം നിർവഹിക്കും. ഞാൻ പറയുന്ന ചില കാര്യങ്ങൾ നമ്മുടെ KKSൻ്റെ അധ്യക്ഷൻ പറഞ്ഞു കഴിഞ്ഞു. ലീഗൽ സെല്ല് സാധാരണക്കാരുടെ നിയമപ്രശ്നങ്ങളും അതിന് പരിഹാരമാർഗങ്ങളും എന്ന ഒരു പരമ്പരയിൽ ആദ്യത്തെ ക്ലാസ് മാട്ടുകയിൽ നടത്തി. 6 ടോപ്പിക്കിനെ പറ്റിയുള്ള ലെക്ചർ ഉണ്ടായിരുന്നു, ഡിസ്കഷൻ ഉണ്ടായിരുന്നു. രണ്ടാമത് നടത്തുന്നത് വെസ്റ്റേൺ മേഖലയിലാണ്. ഇവിടെ നമ്മൾ 3 ടോപ്പിക്കേ വെച്ചിട്ടുള്ള ഹാഫ് ഡേ പ്രോഗ്രാമാണ്. അടുത്തത് താനയിലായിരിക്കും, താന മേഖലയിൽ. പിന്നെ വാശിയിൽ. അങ്ങനെ 4 മേഖലകളിലായിട്ട് ലീഗൽ അവയർനെസ് ക്ലാസ്സുകൾ, അതായത് സാധാരണക്കാരുടെ നിയമപ്രശ്നങ്ങളും അതിൻ്റെ പരിഹാര മാർഗങ്ങളും എന്ന പരമ്പരയിൽ ഫസ്റ്റ് റൗണ്ട് ക്ലാസ്സുകൾ നടത്തും. അത് കഴിഞ്ഞാൽ സെക്കൻഡ് റൗണ്ട് ക്ലാസ്സുകൾ നിങ്ങളുടെ താല്പര്യം അനുസരിച്ച് മാർച്ചിന് ശേഷം മറ്റ് എല്ലാ മേഖലകളിലും നിങ്ങളുടെ മേഖലയിൽ നിങ്ങൾക്ക് അത് ഓർഗനൈസ് ചെയ്യാം. അപ്പോൾ ഓർഗനൈസിന് അതിനാവശ്യമായ ആൾക്കാരെ നിങ്ങൾ തരുന്നതായിരിക്കും. ഇന്നിപ്പോൾ നമ്മളിവിടെ എടുത്തിരിക്കുന്ന 3 സബ്ജക്റ്റ്. ഒന്ന് ക്രിമിനൽ ലോ ആണ്. സാധാരണ ആൾക്കാരുടെ പ്രശ്നങ്ങൾ മാത്രമായിരിക്കും സംസാരിക്കുക. അതായത് ക്രിമിനൽ ലോയിലെ എല്ലാ ടോപ്പിക്കിലും കസ്റ്റംസിൽ ക്രിമിനൽ പ്രോസിക്യൂഷൻ ഉണ്ട്, എക്സൈസിലുണ്ട്, ഇൻകം ടാക്സിലുണ്ട്. ഇതൊന്നും സാധാരണക്കാരുടെ പ്രോബ്ലംസ് അല്ലാത്തതുകൊണ്ട് നമ്മൾ അത്തരം വിഷയങ്ങൾ ഇവിടെ ചർച്ച ചെയ്യുന്നതല്ല. IPC ആയിരിക്കും. IPCയും CRPC ആയിരിക്കും ഇവിടെ അവതരിപ്പിക്കുന്ന സബ്ജക്റ്റ്. പിന്നെ സമയം അനുവദിക്കുമെങ്കിൽ സുരേഷ് പണിക്കർ ഡൊമസ്റ്റിക് വയലൻസിനെ പറ്റി എന്തെങ്കിലും റെഫർ ചെയ്യുന്നതായിരിക്കും. പക്ഷേ സമയം കിട്ടുമെന്ന് തോന്നുന്നില്ല. IPCയും CRPCയുമാണ്. സമയം കിട്ടുമെങ്കിൽ ഡൊമസ്റ്റിക് വയലൻസിനെ പറ്റി കൂടെ റെഫർ ചെയ്യണമെന്ന് ഞാൻ സുരേഷ് പണിക്കരോട് അഭ്യർത്ഥിക്കുകയാണ്, സമയം അനുസരിച്ച്. രണ്ടാമത്തെ സബ്ജക്റ്റ് എടുക്കുന്നത് പ്രേംലാൽ കൃഷ്ണനാണ്. അദ്ദേഹം ഓൺ ദ വേ ആണ്, ഏതാനും മിനിറ്റുകൾ കൊണ്ടിരുത്തും. മൂന്നാമത്തെ സബ്ജക്റ്റ് എടുക്കുന്നത് അഡ്വക്കേറ്റ് പത്മാകരനാണ്. ഇവരെ പറ്റിയുള്ള ഇൻട്രൊഡക്ഷൻ അവർ വിളിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് തരുന്നതായിരിക്കും. ഇത്രയും മാത്രം പറഞ്ഞുകൊണ്ട് ഈ സ്റ്റഡി ക്ലാസ്, ഇതൊരു സെമിനാർ അല്ല. നമ്മൾ സെമിനാറിന് ചിലപ്പോഴൊക്കെ എഴുതി വെക്കുന്നുണ്ടെങ്കിലും ഇതൊരു സെമിനാർ അല്ല, ഇതൊരു സ്റ്റഡി ക്ലാസ് ആണ്. അതുകൊണ്ട് ഈ സ്റ്റഡി ക്ലാസ്സിന് മാക്സിമം പ്രയോജനപ്പെടുത്തണം. ഇപ്പം ഇന്ന് എടുത്തിരിക്കുന്ന സബ്ജക്റ്റിലൊന്ന് ക്രിമിനൽ ലോ ആണ്, മറ്റത് ട്രസ്റ്റ് ലോ. ഈ ട്രസ്റ്റ് ലോയിൽ സാധാരണക്കാർ നമ്മളെ ട്രസ്റ്റിന്റെ രജിസ്ട്രേഷൻ അതുമായിട്ട് ബന്ധപ്പെട്ട് നമ്മളെല്ലാം തന്നെ പലതരത്തിലുള്ള ട്രസ്റ്റുകളുമായിട്ട് ബന്ധപ്പെട്ടവരാണ്. അതിൻ്റെ പ്രായോഗിക വശങ്ങൾ മാത്രമായിരിക്കും ഇവിടെ പറയുന്നത്. കൂടുതൽ ഈ നിയമത്തിന്റെ നൂലാമാലകളിലേക്കുള്ള ഇന്റർപ്രിട്ടേഷൻ അല്ല ഇവിടെ ഉദ്ദേശിക്കുന്നത്. അപ്പൊ ഈ ക്ലാസ്സുകൾ ഒരു പ്രാഥമിക ക്ലാസ് എന്ന നിലയിൽ ഇതിനെ മാക്സിമം പ്രയോജനപ്പെടുത്തണം എന്ന് റിക്വസ്റ്റ് ചെയ്തുകൊണ്ട് ഞാൻ ഈ സ്റ്റഡി ക്ലാസ് ഉദ്ഘാടനം ചെയ്തതായിട്ട് പ്രഖ്യാപിക്കുന്നു. നമസ്കാരം. നന്ദി സർ. അടുത്തതായിട്ട്
ശ്രീരാജ് നായർ, പ്രസിഡന്റ് ബോറലി സമാജത്തിന് 2 വാക്ക് സംസാരിക്കാനായിട്ട് ക്ഷണിച്ചു. ബഹുമാനപ്പെട്ട വേദി, ഇവിടെ വന്നു ചേർന്ന എല്ലാം വിവിധ മലയാളി സംഘടനയുടെ പ്രതിനിധികൾക്ക് ബോർവെലി മലയാളി സമാജത്തിന് വേണ്ടി സ്വാഗതം. ഇന്ന് നമ്മളെല്ലാം ഇവിടെ എത്തിച്ചേർന്നത് നമ്മുടെ ബഹുമാനപ്പെട്ട വക്കീൽ അവരുടെ ഇവിടെ അഡ്വൈസും അവർ പറഞ്ഞു തരുന്ന ഇന്നത്തെ എല്ലാ മലയാളി സംഘടന പല പല പ്രശ്നങ്ങളുണ്ട്. ഞങ്ങളുടെ മലയാളി സമാജം 54 വർഷം ആയ എക്സിസ്റ്റൻസിൽ ഞങ്ങളും ഒരുപാട് പ്രശ്നങ്ങളിൽ നിന്ന് കടന്നിട്ടാണ് വന്നിരിക്കുന്നത്. ആ സാഹചര്യത്തിൽ നമുക്കൊരു ലീഗൽ സ്ട്രെങ്ത് ഇല്ലെങ്കിൽ, സ്പെഷ്യലി ഗുജറാത്തി സമുദായങ്ങളും മാർവാടി സമുദായങ്ങളും വേറെ വിവിധ ജാതി ഭാഷ ഉള്ള ഞാൻ ഇവിടെ പഠിച്ചുകൊണ്ടാണ് എൻ്റെ മലയാളം അത്ര നല്ലതല്ല, ഇവിടെ സ്റ്റിൽ ട്രൈ ടു സ്പീക്ക് ഇൻ മലയാളം. അവരുടെ സ്ട്രെങ്ത് എന്ന് പറഞ്ഞാൽ അവരുടെ കമ്മ്യൂണിറ്റിയിലെ എല്ലാം, അവരുടെ ചാർട്ടേഡ് അക്കൗണ്ടൻസ്, ലോയേഴ്സ്, ഡോക്ടേഴ്സ്, ദേ ഓൾ പാർട്ടിസിപ്പേറ്റ് ഇൻ ദ കമ്മ്യൂണിറ്റി അഫയേഴ്സ്. അപ്പോൾ ഇതൊരു നല്ലൊരു കാര്യമാണ്. ദാറ്റ് ദ ലീഗൽ ഫെറ്റേണിറ്റി ഓഫ് അവർ മലയാളീസ്, അവർ നമ്മുടെ സമുദായത്തിന് വേണ്ടിയിട്ട് എന്തെങ്കിലും ചെയ്യുകയാണെങ്കിൽ ഇറ്റ് വിൽ ബി ഓഫ് ഗ്രേറ്റ് യൂസ് ടു ദ മലയാളീസ് ഇൻ മുംബൈ. കാരണം ഞാനിപ്പോൾ മാത്യു സാറായിട്ട് ഒരു 1/2 മണിക്കൂർ എൻ്റെ ഓഫീസിൽ സംസാരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. നമ്മളിവിടെ മലയാളികൾ ഓൾമോസ്റ്റ് വി ആർ ഇൻ എക്സിസ്റ്റൻസ് വിത്ത് ഹിയർ ഇൻ മോർ ദൻ 100 years ഇൻ മുംബൈ ആൻഡ് വി ആർ നോ മോർ പ്രവാസീസ് നൗ. നമ്മളിവിടെ ഇന്ന് ജീവിക്കുന്നു, ഇവിടുത്തെ മണ്ണിൽ നിന്ന് പോകുന്ന ആൾക്കാരാണ് ഇപ്പോഴത്തെ കാലത്തിൽ മലയാളികൾ. നോബഡി ഗോസ് ബാക്ക് ടു കേരള. അപ്പോൾ ആ സാഹചര്യത്തിൽ ഇറ്റ് ഇസ് വെരി എസെൻഷ്യൽ ദാറ്റ് വി ഹാവ് അവർ ഓൺ ഐഡന്റിറ്റി ഹിയർ, കീപ്പിംഗ് അവർ മലയാളി ട്രഡീഷൻ അലൈവ്. അറ്റ് ദ സെയിം ടൈം വി ഡു സംതിങ് വിത്ത് ദ സൊസൈറ്റി ഇൻ ജനറൽ. ദ മുംബൈ ദ ലാൻഡ് വിച്ച് ഇസ് ഗിവൻ അസ് എവറിത്തിങ്. അപ്പം അങ്ങനെയുള്ള സാഹചര്യത്തിൽ വി ഹാവ് ടു സീ ടു ഇറ്റ് ദാറ്റ് വി ഹാവ് റിപ്രസെൻറ്റേഷൻ ഓൾസോ. കാരണം ഒരു 10-25 ലക്ഷം മലയാളികൾ മുംബൈ ഥാന റീജിയനിലുണ്ട്. അങ്ങനെയുള്ള such a large number, such a large vote bank, we have not created our ratio. നമ്മുടെ ലീഡർഷിപ്പ് ക്രിയേറ്റ് ചെയ്തില്ല. ഐ റിക്വസ്റ്റ്, നമ്മുടെ ഗോപാലൻ സാർ പല കാര്യങ്ങളും പറഞ്ഞു ഇവിടെ KKS ചെയ്യുന്നുണ്ട്. ബട്ട് അറ്റ് ദ സെയിം ടൈം ഇറ്റ്സ് ഡ്യൂട്ടി ഓഫ് ദ കേന്ദ്ര സംഘടന ടു ക്രിയേറ്റ് ലീഡേഴ്സ് ഓൾസോ. നല്ലൊരു 50 ലീഡേഴ്സ് അക്രോസ് മുംബൈ ഥാന റീജിയൻ. വി ഷുഡ് ഐഡന്റിഫൈ ആൻഡ് മോട്ടിവേറ്റ് ദം ടു ടേക്ക് അപ്പ് ദ മലയാളി കോസ്. നമ്മുടെ സംഘടനയുടെ ഭാരവാഹികൾ റെഗുലറായിട്ട് ദേ ഷുഡ് ഹാവ് മീറ്റിംഗ് വിത്ത് ദ മിനിസ്റ്റർ. 25 lakh Malayalis is a huge numbers. It matters a lot. They should go and meet the CM once in a year at least. That's my suggestion. ഞാനിവിടെ 9 വർഷമായിട്ട് ബോർവെലി മലയാളി സമാജം പ്രവർത്തിക്കുകയാണ്. 5 വർഷമായിട്ട് പ്രസിഡന്റാണ്. 50% ഓഫ് അവർ ടീം ഈസ് മുംബൈ ബ്രോട്ട് അപ്പ്. 50% നാട്ടിൽ നിന്നുണ്ട്. ആ ഇന്നത്തെ അവസരത്തിൽ ഗോപാലൻ സാർ പല കാര്യങ്ങൾ പറഞ്ഞു. പക്ഷെ ഒരു കാര്യം എനിക്ക് സജസ്റ്റ് ചെയ്യുന്നുണ്ട്. യു ഹാവ് ടു എൻഷുർ ദാറ്റ് you have enough bench strength. സെക്കൻഡ് ജനറേഷൻ, തേർഡ് ജനറേഷൻ എങ്ങനെ ഈ പ്രവൃത്തിയിലേക്ക് വരും, അല്ലെങ്കിൽ ഹൗ ഡു യു മോട്ടിവേറ്റ് ദം ടു ടേക്ക് അപ്പ് ദിസ് ഇഷ്യൂസ്, ദാറ്റ് ഈസ് മോർ ഇമ്പോർട്ടൻറ്റ്. അല്ലെങ്കിൽ എന്ത് പറ്റും, സോറി ടു യൂസ്, കുറച്ച് കാരണവന്മാർക്ക് ഒരു ടൈം പാസ് ആക്ടിവിറ്റി ആയിട്ട് മാറുന്നത്. ദാറ്റ് ഹാസ് ടു ബി സ്റ്റോപ്പ് ആൻഡ് എൻഷുർ ദാറ്റ് you create such atmosphere that you have youngsters brought up here who come and take up the issues. കൂടുതലൊന്നും പറയുന്നില്ല. Once again I congratulate to the entire team to take up such a good issue which will definitely help the Malayali cause. Thanks a lot. Thank you, Sriraj, for the suggestions made, and I request the Secretary, Mr. Baburaj, to say a few words. Thank you. എല്ലാവർക്കും ബോർവെലി മലയാളി സമാജത്തിൻ്റെ നമസ്കാരം, സ്വാഗതം. കൂടുതൽ എനിക്ക് പറയാനുള്ളത് ബോർവെലി സമാജത്തെക്കുറിച്ച് പറയാൻ, ഞങ്ങൾ ഒരു വലിയൊരു ഇൻസ്റ്റിറ്റ്യൂഷൻ ഇവിടെ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ 10ാം ക്ലാസ് വരെ ആയിരിക്കുകയാണ്. ഇനി ജൂനിയർ കോളേജിന് അപ്ലൈ ചെയ്തിട്ടുണ്ട്. പിന്നെ ഇന്നൊരു സന്തോഷ വാർത്ത, കാരണം ഇവിടെ ഇപ്പോൾ ലോ ഫ്രട്ടേണിറ്റികൾ ഉള്ളതുകൊണ്ട് പറയാൻ, ഞങ്ങൾ ഇന്നൊരു കമ്മിറ്റി വിളിച്ചിട്ടുണ്ട്. ഞങ്ങൾ വി ആർ അപ്ലൈയിങ് ഫോർ എ ലോ കോളേജ്. So today we are going to have a discussion on that. അതിൻ്റെ ഇത് ശരിയാണെങ്കിൽ അടുത്ത വർഷം ഇതുപോലെ വീടാവെ ലോ കോളേജിൽ നിന്ന്. സോ മലയാളി സമാജം എല്ലാ നല്ല കാര്യങ്ങൾക്കും ബോർവെലി മലയാളി സമാജം എപ്പോഴും ഉണ്ടാവും. നിങ്ങൾക്ക് എല്ലാ ഫെസിലിറ്റികളും ഏത് സമയത്ത് വന്നാലും അവൈലബിൾ ആയിരിക്കും. യൂസ് ചെയ്യാം. യു ആർ ഓൾ വെൽക്കം ഫോർ ദ ഗുഡ് കോസ് ആൻഡ് താങ്ക് യു. നമസ്കാരം. Thank you, Mr. Baburaj, and my all good wishes for your school. Let it become as a college. Wish you all a very nice day today. Now we are starting the program.
എല്ലാവർക്കും നമസ്കാരം. കേരളീയ കേന്ദ്ര സംഘടനയുടെ ലീഗൽ അവയർനെസ് സെല്ലിൻ്റെ ആഭിമുഖ്യത്തിൽ ഇന്നിവിടെ എത്തിച്ചേർന്ന മുഴുവൻ ആളുകളെയും സ്വാഗതം ചെയ്യുന്നു. അതുപോലെ തന്നെ ഇന്നത്തെ ആദ്യ വിഷയം എന്ന് പറയുന്നത് ക്രിമിനൽ ലോയെ കുറിച്ചുള്ള ക്ലാസ്സാണ്. അത് കൈകാര്യം ചെയ്യുന്നത് അഡ്വക്കേറ്റ് ശ്രീ സുരേൻ പണിക്കർ അവர்களാണ്. അദ്ദേഹം MSc LLM മുംബൈയിലെ ഹൈക്കോടതിയിൽ 1989 മുതൽ പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതുപോലെ തന്നെ വിവിധ കോടതികളിൽ മദ്രാസ്, കർണാടക, ആന്ധ്ര, കേരള, ഡൽഹി അങ്ങനെ വിവിധ ഹൈക്കോടതികളിൽ പ്രമുഖ അഭിഭാഷകനായും അതുപോലെ തന്നെ വിവിധ കോളേജുകളിൽ ലെക്ചറായും വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നു. അതുപോലെ തന്നെ സിവിൽ, ക്രിമിനൽ, അതുപോലെ തന്നെ ബാങ്കിങ് ലോകളിൽ വളരെ പ്രമുഖനായ അഭിഭാഷകനാണ്. ഇദ്ദേഹത്തിൻ്റെ ക്ലാസുകൾ പരമാവധി പ്രയോജനപ്പെടുത്തിക്കൊണ്ട് നമ്മുടെ ഇന്നത്തെ പരിപാടി വിജയിപ്പിക്കണമെന്നാണ് ആദ്യമായി അഭ്യർത്ഥിക്കുന്നത്. ശ്രീ സുരേൻ പണിക്കർ അവരുടെ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അദ്ദേഹത്തെ സ്വീകരിക്കുന്നതിന് വേണ്ടി KKS സെക്രട്ടറി ശ്രീ മാത്യു സാറിനെ ക്ഷണിക്കുകയാണ്. Good morning, everybody.